ഗൈസ്, നമ്മൾ കോളേജിൽ നിന്ന് പുറത്തേക്ക് പോവാട്ടോ. ഹലോ ഗൈസ്, നമുക്ക് കുളം കാണാൻ പോവാം. ഹലോ ഗൈസ്, നമുക്ക് കുളം കാണാൻ പോവാം. പോയന്മാര് ഇത് എന്താണ് നയന, ഇത് ഗോപിക, രണ്ടും ഞങ്ങളപ്പോ ഗൂഗിൾ മാപ്പ് നോക്കി ഞങ്ങൾ കുളത്തിലെത്താറി. ഏകദേശം ഗൂഗിൾ മാപ്പ് ചതിച്ചോന്ന് വിചാരിച്ചു, പക്ഷെ ഗൂഗിൾ മാപ്പ് ചതിച്ചില്ല. ലാസ്റ്റ് കുളത്തിലെത്തിയിരിക്കും. ഗൂഗിൾ മാപ്പ് ചതിച്ചെന്ന് തോന്നുന്നു ഗൈസ്. എനിക്കോ കാറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് ലാസ്റ്റ് കുളം ഞങ്ങൾ കണ്ടു. പക്ഷെ കുളത്തേക്ക് എത്താനുള്ള വഴി അറിയില്ല. എന്നിട്ട് കാറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി. പക്ഷെ എന്നിട്ടും വഴി കിട്ടുന്നില്ല. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഞങ്ങൾക്ക് ലാസ്റ്റ് പേടിയായി. കാരണം റബ്ബർ കാട്ടിൻ്റെ നടുവിലാണ് സംഭവം കുളം ഉള്ളത്. എന്നാലും അവിടേക്കുള്ള വഴിയോ തീരെ കാണുന്നുമില്ല. എന്തെങ്കിലും കുളത്തിലേക്കുള്ള വഴി കിട്ടുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ പോയില്ല. ഒരു അരുവി പോലെ പോകുന്നൊരു വെള്ളച്ചാട്ടമൊക്കെ ഞങ്ങൾ കണ്ടു. അതിലൂടെ നടന്നാലെങ്കിലും എന്താ പറയുക, സ്ഥലത്തേക്ക് എത്തുമെന്ന് വിചാരിച്ചു. പക്ഷെ എത്തിയപ്പോൾ പിന്നെ ഈ മേലെന്ന് വെള്ളം വീഴുന്ന സ്ഥലമില്ല. ലാസ്റ്റ് അവിടെ എത്തിയത്. എന്നിട്ട് ഞങ്ങൾ കുളത്തിലേക്കുള്ള വഴി ഞങ്ങൾ ഇതുവരെ എത്തിയില്ല. റബ്ബർക്കാട്ടിൽ നടുവിൽ കൂടെ കുറേ നടന്നിട്ട് എത്തിയില്ല. ഗൈസ്, ഗൂഗിൾ മാപ്പ് പണി തന്നു ഗൈസ്. ഞങ്ങൾക്ക് കുളത്തിലേക്കുള്ള നേരായ വഴി ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്നില്ല. ഗൂഗിൾ മാപ്പ് അവിടെ കുളം ഉണ്ടെന്ന് മാത്രമേ കാണിച്ചു തന്നുള്ളൂ. എവിടെയാണ് കുളം, അതിലേക്കുള്ള വഴി എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല. പെടുത്തി ആ കാട്ടിൽ ഞങ്ങളെ പെടുത്തി. ലാസ്റ്റ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ആണ് കുളത്തിലെത്തിയത്. വലിയ കടമ്പകൾ കണ്ട് നോക്കി അവിടെ അവസാനിക്കുകയാണ്. എന്നിട്ട് വന്ന വഴി തിരിച്ചു പോയി കേട്ടോ. കാരണം ഇതൊന്നും അല്ല ശരിക്കത്തെ വഴി. അത് പിന്നെ മനസ്സിലായത്. ഞങ്ങൾക്കൊരു വഴി മനസ്സിലായില്ല കാര്യം. ഞങ്ങോട്ട് ഈ ഭാഗത്തേക്കോ അതിന് നാട് തോന്നല്ലോ. ഗൈസ്, നമ്മൾ കൊളത്തി ഗൈസ്. നമ്മൾ അവസാനം കുളം കണ്ടെത്തി ഗൈസ്. എന്നൊരു കുളത്തിൽ കുറച്ചു നേരം കാലിട്ടൊക്കെ വെച്ചിരുന്നു. നിറച്ച് മീനായിരുന്നുണ്ടോ, നിറച്ച് മീൻ. എന്നിട്ട് അത് നമ്മളെ കാല് മറ്റേ സ്പാക്ക് ചെയ്ത് തരുമായിരുന്നു. കാരണം ഇങ്ങനെ കാലിങ്ങനെ ചിലപ്പോൾ വേദനിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സുഖമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള സ്പാക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. ഇറങ്ങാൻ ടൈമായപ്പോൾ ദൈവം ഞങ്ങൾക്ക് പണി തന്നു ഗൈസ്. ഫുള്ള് പണി തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഈ കുളത്തേക്ക് പോക്ക്. ഹലോ ഗായ്സ്, മഴ പെയ്തു ഗായ്സ്. ഞങ്ങൾ മഴയത്ത് പെട്ട് ഗായ്സ്. ഞങ്ങൾ കുളത്തുനിന്ന് കയറി ഗായ്സ്. ഞങ്ങൾ കുളത്തിൽ പോയി വന്നു. കുളത്തിൽ ഒരു ചെക്കന്മാരിതാ പോണു. ചെറിയ കുട്ടികളാട്ടോ. ഇതൊക്കെ തെനപ്പറമ്പ് ചെക്കൻ.
സ്പ്ലെൻഡർ ഒന്നല്ല എനിക്കറിയില്ല. ഓൻ്റെ മുന്നിൽ അതെന്തോ അല്ലേ ഞങ്ങൾ കുളത്തിൽ കുളം നീന്താൻ അറിയാതെ ഞങ്ങൾ ഇറങ്ങിയില്ല. ജസ്റ്റ് കാലിട്ട് ഇളക്കി. ഗോപിക്ക് അറിയാം എന്നിട്ട് നീന്താനായി താല്പര്യം പക്ഷെ കുറേ ചെക്കന്മാർ കൈസ്, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. ഒരു കാറ് വരുന്നുണ്ട് നിർത്തിക്കളാം. ഗായ്സ് നമ്മൾ വീട്ടിലെത്തി.